ഗോകുലം പ്രശാന്ത് കൃഷ്ണയും ഒപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയിലേക്ക്. പ്രശാന്ത്, നമ്മളെപ്പോഴും പറയാറുണ്ട് സിനിമക്കാരാണ് അതിൽ ഒരു വിഭാഗം മാറി നിൽക്കുന്നു, ഒരു വിഭാഗം ഇതിനെതിരെ ഹേമ കമ്മിറ്റിയിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് അനുകൂലമായി നിൽക്കുന്നു. അമ്മ എന്ന താരസംഘടനയിൽ തന്നെ രണ്ട് വിഭാഗം. പക്ഷേ ഇതിപ്പോൾ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ വലിയ വിള്ളലുണ്ടാവുകയല്ലേ? സിനിമാക്കാരുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ കാര്യമാണെങ്കിലും മുകേഷിന്റെ ആണെങ്കിലും സുരേഷ് ഗോപിയുടെ കാര്യമാണെങ്കിലും കേവലം അവരെ സിനിമാക്കാർ മാത്രമായി മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരെല്ലാം ജനപ്രതിനിധികളാണ്. അപ്പോൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർ ആ രീതിയിൽ അവരെ മാധ്യമങ്ങൾ നിരീക്ഷിക്കുക തന്നെ ചെയ്യും. അവർക്കെതിരെ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ ആരോപണം വരുമ്പോൾ അവരുടെ പ്രതികരണം തേടും. ഇത് സർവ്വസാധാരണമാണ്. അല്ലെങ്കിൽ ആ പ്രതികരണം ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ സുരേഷ് ഗോപി ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം മാധ്യമങ്ങൾ നിങ്ങളുടെ തീറ്റയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത്തരം പ്രതികരണങ്ങൾ തേടുന്നത് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ ജനപ്രതിനിധികളായി നിൽക്കുന്ന ഇവരും മാധ്യമപ്രവർത്തകരെ പോലെ തന്നെ ഇവർ ശമ്പളവും എല്ലാം വാങ്ങി തന്നെയാണ്. അപ്പോൾ ഇവർ സേവനം എന്ന് പറയുമ്പോഴും ഇവർ പ്രതിഫലം ഇവരുടെയും ഇത്തരം അന്നത്തിന്റെ വിഷയം തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഒരു വശത്ത്. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വത്തെ പോലും സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ നിലപാടിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് മുകേഷുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം അതിനെ വെള്ളപൂശുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അത് കേവലം ആരോപണങ്ങൾ മാത്രമായി ദുർബലമായി കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ഏത് പ്രസ്ഥാനത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്, ആ പ്രസ്ഥാനം അതിനോട് യോജിക്കുന്നുമില്ല. സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ രണ്ടാമത് പാലക്കാടുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടത് കെ സുരേന്ദ്രന്റെ പ്രതികരണം വന്ന ശേഷമായിരിക്കാം. കാരണം കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി പറഞ്ഞ നിലപാടിന് വിരുദ്ധമായ നിലപാട് സുരേഷ് ഗോപി പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്ന് പറയുമ്പോൾ BJP ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച MP ആയ സുരേഷ് ഗോപിയോട് അദ്ദേഹത്തിന്റെ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ച നിലപാടല്ല എന്നത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കുണ്ട്. ആ ചോദ്യമാണ് അവിടെ ഉണ്ടായത്. ആ ചോദ്യത്തിൽ അദ്ദേഹം എന്തിന് ക്ഷുഭിതനാകുന്നു എന്നതാണ്. കാരണം അദ്ദേഹം ആദ്യ ചോദ്യത്തിൽ ക്ഷുഭിതനായാണ് അദ്ദേഹം കയ്യേറ്റത്തിന് മുതിർന്നത്. എന്തായാലും ഒരു കാര്യം നമ്മളിവിടെ വിസ്മരിച്ചുകൂടാ. കാരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ജനപ്രതിനിധിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം മാധ്യമങ്ങൾ തേടും. അത്തരം ഒരു പ്രതികരണം തേടൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം ക്ഷുഭിതനായി പ്രതികരിക്കുന്നതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആരോപണ വിധേയരായ സഹപ്രവർത്തകരെ സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ മടങ്ങി വരാം. ഗോകുൽ VS ഇപ്പോൾ തുടരുന്നുണ്ട്. ഗോകുൽ, പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ എടുത്ത നിലപാട് സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം നടന്നാലും അത് എത്രയും പെട്ടെന്ന് അതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം എന്നുമാണ്. അത് ഇക്കഴിഞ്ഞ കൊൽക്കത്ത സംഭവത്തോടു കൂടി നമുക്ക് വ്യക്തമായതാണ്. സംസ്ഥാനങ്ങൾ അതിൽ കർശനമായ നടപടിയെടുക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് സ്വന്തം ഒരു സമൂഹം എന്ന് പറയാവുന്ന സമൂഹത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഇത്തരത്തിൽ വളരെ മോശമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പച്ചയായി വന്നു പറയുമ്പോൾ അതിൽ യാതൊന്നും പ്രതികരിക്കാതെ കടന്നുപോവുക മാത്രമല്ല, അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക കൂടിയാണ്. വളരെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം നമുക്ക് കാണാനാവും. വഴി തടഞ്ഞില്ല, ആരും അദ്ദേഹത്തിന് പോവാൻ അനുവദിക്കാതിരുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും അവനവന്റെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്ന പരിപാടി ഇതെങ്ങനെയാണ് നമുക്ക് അനുവദിച്ചു കൊടുക്കാനാവുക ഗോകുൽ? തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളോട് മറക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്, അതോടൊപ്പം തന്നെ ഒരു സിനിമാക്കാരനായിരുന്ന ഒരു MP കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം തന്നെ പ്രതിദാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിലെ കുറെ പേർക്കാണ് കുറെ സ്ത്രീകൾക്കാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധികൾ നേരിടുന്നത്. അവർ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായി എന്നുള്ളതൊക്കെ അവർ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊന്നും ആരും പരസ്യമായി പറയാൻ തയ്യാറാകാത്ത കാര്യങ്ങളാണ്. അങ്ങനെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം അവർക്ക് നേരിട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്വേഷിച്ച് നടപടിയെടുക്കണം എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ സാധാരണക്കാരന് വരെ തോന്നുന്ന ഒരു കാര്യം. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ പരിശോധന വേണം, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നടപടി വേണം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഒരു MP പോലും അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല എന്നുള്ളത് വരുമ്പോൾ അതൊരു വല്ലാത്ത ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം അതിൽ കൃത്യമായൊരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം
അദ്ദേഹം എവിടെയൊക്കെയോ സംരക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയം വരുമ്പോൾ ഒരു സിനിമാക്കാരൻ മാത്രമാകുന്നു, അല്ലെങ്കിൽ അവരെ തങ്ങളുടെ പ്രിയപ്പെട്ട കുറച്ചുപേരെ സംരക്ഷിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. അത് മാത്രമല്ല, ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ ക്രൂശിക്കുകയാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുകയാണ്. അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ വന്നു, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് മാത്രമാണെന്നൊക്കെ ഉള്ളത് വ്യക്തമാക്കി. BJPയുടെ നിലപാട് അതല്ല എന്നുള്ളതൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ അപ്പോഴും അത് ആ ഒരു പ്രതികരണം വന്ന് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലുള്ള മാധ്യമപ്രവർത്തകർ വീണ്ടും അദ്ദേഹത്തെ പോയി കാണാൻ ചെല്ലുന്നത്. അപ്പോൾ അതിൽ പ്രതികരിക്കാൻ കഴിയാതെ മടങ്ങുമെങ്കിൽ അങ്ങനെ പോകട്ടെ, അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ താൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകാം. പക്ഷേ അതിന് പകരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും ആ മൈക്ക് മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനെ തള്ളുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാജ്യമാണ്, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗമാണ്. ആ പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുകേഷും അതോടൊപ്പം തന്നെ ഗണേഷ് കുമാറിനെയും സുരേഷ് ഗോപിയെയും ഒന്നും നമ്മൾ സിനിമാക്കാർ മാത്രമായിട്ടല്ല കാണാറ്. അവർ ജനപ്രതിനിധികൾ കൂടിയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ കൂടിയാണ്. അവർ സ്വാഭാവികമായും കൂടുതലായി തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടവരാണ്. സാധാരണ അങ്ങനെയാണ്, നമ്മൾ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങളും അവരുടേതായ അഭിപ്രായം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും അടിച്ചമർത്തപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നതാണ് നമ്മൾ ആ നിലപാട് സ്വീകരിക്കുന്നവരായിട്ടാണ് നമ്മൾ ജനപ്രതിനിധികളെ കാണാറ്. പക്ഷേ എന്നാൽ ഇത് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഭരത്ചന്ദ്രൻ കളിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഇത് വിമർശിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം തന്നെ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് BJPയുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശരിയാണ് ഗോകുൽ. ബന്ധപ്പെട്ടവർ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ വരെ പറഞ്ഞത് അതിനോട് യോജിക്കാത്ത തരത്തിലാണ്. സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളിക്കൊണ്ടാണ്, ഇത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് വളരെ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെ പെരുമാറിയത് എങ്കിൽ അത് മാധ്യമപ്രവർത്തകരുടെ മെക്കിട്ട് കയറി അല്ല പെരുമാറേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവരും അവരവരുടെ ജോലികളിൽ വ്യാപൃതരാകുന്നവരാണ്, അന്നന്നത്തെ അന്നത്തിനായി പണിയെടുക്കുന്ന മനുഷ്യരാണ്, അഭിമാനമുള്ളവരാണ്, ആത്മാഭിമാനമുള്ളവരാണ്. അവരുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളിയല്ല ഇത്തരത്തിൽ രോഷം പ്രകടിപ്പിക്കേണ്ടത്. അതിനിത് സിനിമയല്ല, ജനാധിപത്യ രാജ്യമാണ്. പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുക? ഒരുപാട് പേരോട് എപ്പോഴും മൈക്കുമായി പിന്നാലെ നടക്കുന്ന റിപ്പോർട്ടറാണ് പ്രശാന്ത് അടക്കമുള്ള, ഗോകുൽ അടക്കമുള്ള എല്ലാവരും. ഇത് ആർക്ക് സംഭവിച്ചാലും, ഈ സമൂഹത്തിൽ ആർക്ക് സംഭവിച്ചാലും ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഭിപ്രായമില്ല എങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ അഭിപ്രായമുള്ളത് പ്രതികരിക്കാം, പ്രകടിപ്പിക്കാം. പകരം ഇത്തരത്തിലൊരു പെരുമാറ്റത്തിന്റെ ആവശ്യം അത് അനിവാര്യമായിരുന്നില്ല. ഇന്ന് 2 തവണ മാധ്യമങ്ങൾ കണ്ടപ്പോഴും മോത്തി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അനുചിതമായ സമീപനം ഉണ്ടായി. ഒന്ന് ആദ്യം വാക്കുകളിലാണ് ഉണ്ടായത്. നിങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയല്ലേ ഈ മൈക്കുമായി നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, വിഷയങ്ങൾ ഉയർത്തുന്നത് എന്നതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കേന്ദ്രമന്ത്രിയാണെങ്കിലും ഒരു രാഷ്ട്രസേവനം നടത്തുമ്പോൾ സൗജന്യമായൊന്നുമല്ല ഇവരാരും സേവനം നടത്തുന്നത്, ഇവർക്കെല്ലാം പ്രതിഫലമുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ കയ്യേറ്റം ചെയ്ത് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയക്കാരും, നമ്മൾ എത്ര പ്രകോപിതരാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരു രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കാറില്ല. ഒരുപക്ഷെ കണ്ടു നിൽക്കുന്ന അണികളൊക്കെ ഒരുപക്ഷെ അത്തരം സമീപനം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ആദ്യം ചോദിച്ചതിന്റെ പിന്നാലെ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതിന്റെ പേരിലാകാം ഇത്തരം ഒരു സമീപനം എടുത്തത്. എന്തായാലും ഒരു തരത്തിൽ യോജിക്കാൻ കഴിയാത്ത കാര്യം, നേരത്തെ അദ്ദേഹം ആദ്യം പറഞ്ഞ, ഇപ്പോഴും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി ജനപ്രതിനിധിയായി മാറിയിട്ടും ഇപ്പോഴും സിനിമയുടെ ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ എവിടെയാണോ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. വീട്ടിലാണെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ചോദ്യം, അദ്ദേഹം നിൽക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന് അത്തരം സമീപനം സ്വീകരിക്കാം എപ്പോൾ അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമാണെങ്കിൽ. ഇവിടെ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ നടൻ സുരേഷ് ഗോപിയോടല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നത് പ്രസക്തമല്ല. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അദ്ദേഹത്തിന് വിശദീകരണം നൽകാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒന്നും മിണ്ടാതെ പോകാം. പക്ഷേ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വാക്കുകളും കയ്യേറ്റവും തീർച്ചയായിട്ടും പ്രശാന്ത്